ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഫാമിലി ഫീൽ ഗുഡ് കോമഡി ചിത്രങ്ങൾക്ക് പണ്ട് മുതലേ കാഴ്ചക്കാറുണ്ട്. അതിപ്പോൾ ഏത് പ്രായക്കാരായാലും തിയേറ്ററുകളിൽ വരും. 2.5 മണിക്കൂർ പ്രേക്ഷകരെ സീനിൽ ലോജിക് കൊണ്ടും പിടിച്ചിരുത്താനുള്ള കഴിവ് സംവിധായകനും ഉണ്ടാകണം എന്ന് മാത്രം. വിപിൻ ദാസിൻ്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫും പൃഥ്വിരാജും എത്തിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു കല്യാണത്തിൻ്റെ പശ്ചാത്തലമാണ് ചിത്രം പറയുന്നത്. ഒരൊറ്റ വരിയിൽ പറഞ്ഞു പോകുന്ന ഒരു സിമ്പിൾ കഥയാണ് തമാശകൾ കൊണ്ട് എൻ്റർടൈൻമെൻറ്റായി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിന് തിരക്കഥാകൃത്തിനും സംവിധായകനും കഴിഞ്ഞിട്ടുണ്ട്. ജയ 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 ഹേ എന്ന ഹിറ്റിനു ശേഷം വിപിൻ ദാസിനു ആ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ചിത്രം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംവിധായകനായിട്ട് പോലും പൃഥ്വിരാജ് മറ്റൊരു സംവിധായകൻ പറയുന്ന അതേപടി കഥയ്ക്കനുസരിച്ച് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തമാശ ചിത്രമാണ് എന്ന് പറയാമെങ്കിലും ഒരു കഥയോട് ചേർത്ത് ചില കയറ്റിറക്കത്തിലൂടെയാണ് ചിത്രം പോകുന്നത്. സിറ്റുവേഷൻ കോമഡികളും ഒത്തിരി ചേർത്തിട്ടുണ്ട്. അതൊക്കെ വർക്കായിട്ടുമുണ്ട്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ റോളും റേഞ്ചും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഹ്യൂമർ സീനുകൾക്കായി പൃഥ്വിരാജ് നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. നിസ്സഹായനായി വെറും പാവം കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ ഇന്ന് ബേസിൽ ജോസഫ് മുന്നിലാണ്. ഈ ചിത്രത്തിലും ബേസിൽ ഒരു കുറവും വയ്ക്കാതെ തകർത്തിട്ടുണ്ട്. ഒരു കല്യാണം നടന്നു കിട്ടാൻ ബേസിൽ കാണിക്കുന്ന തന്ത്രപ്പാടുകൾ കാണുമ്പോൾ പ്രേക്ഷകർ അറിയാതെ തിയേറ്ററുകൾ ചിരിച്ചു പോവുകയാണ്. ഒത്തിരി താരങ്ങൾ കൂടിയായപ്പോൾ ചിത്രം മുഴുവൻ കൗണ്ടർ കൊണ്ട് ലൈവായി ഓടുന്നുണ്ട്. ഇതുവരെ കണ്ട കല്യാണ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ചിത്രം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആർട്ട് വർക്ക് പറയാതെ വയ്യ. അത് ഓരോ പ്രേക്ഷകർക്കും ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. എന്തായാലും കേരളക്കരയെ ചിരിപ്പിക്കുന്നുണ്ട്. കളക്ഷൻ കാര്യത്തിൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.